ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നല്ല കുമളിച്ച് നിൽക്കുന്ന നല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒട്ടും കുഴച്ച് കഷ്ടപ്പെടേണ്ട, കുറേ നേരം റെസ്റ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് കുറുക്കിയെടുക്കണം. അത് കട്ടാതെ ഇളക്കിയെടുക്കണേ. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അതൊന്ന് തണുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമായ ബാക്കി ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മാത്രം മതി. ഒത്തിരി നേരം ഒന്നും കുഴയ്ക്കണ്ട. ഇതിനേക്ക് പിന്നെ കൂടുതൽ വെള്ളവും ചേർക്കണ്ട. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. എത്ര മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് എടുത്താലും നല്ല സോഫ്റ്റായിട്ട് ആ ചപ്പാത്തി ഇരിക്കും. ഇതുപോലൊന്ന് കുറുകി വന്നതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണ്ടുന്ന ബാക്കി ഗോതമ്പ് പൊടിയോടെ ഒന്ന് ചേർത്ത് കുഴച്ചാൽ മതി. അപ്പം നമ്മളല്ലാതെ കുഴയ്ക്കുന്ന പോലുള്ള വെള്ളവും പിന്നെ വേണ്ട. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അത് ആവശ്യമനുസരിച്ച് നോക്കി വേണം എടുക്കാൻ. ഇത് നമുക്ക് പിന്നെ റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട, അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഞാനെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഓരോ ചപ്പാത്തി പരത്തി അന്നേരം തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഒരു സൈഡ് അങ്ങോട്ട് ഒന്ന് വെള്ളം വലിഞ്ഞ് ഒന്ന് കൊമളിച്ച് വരുമ്പം അടുത്ത സൈഡും തിരിച്ചിട്ട് നമ്മുടെ ഈ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി കൊമളിച്ച് വരും. അത് വൈകിട്ട് നമ്മളെടുത്താലും അതേ സോഫ്റ്റായിട്ട് ചപ്പാത്തി ഇരിക്കും. ഇങ്ങനെയൊന്ന് നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് കൊടുത്തു വരുന്നുണ്ട്. നമുക്കിങ്ങനെ കീറി മാറ്റാം, 2 പീസാക്കി എടുക്കാം. അതേപോലെയാണ്, നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എല്ലാവരും. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചപ്പാത്തി അടുത്തത് ഞാൻ ഉണ്ടാക്കി അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ.